ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഒരുപാട് ഹെൽത്തിയുമാണ്, അതുപോലെ ഉണ്ടാക്കാനും സിമ്പിളാണ് കേട്ടോ. നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇപ്പം ഞാൻ ഇതിൽ ഇട്ടിക്കുന്ന സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ്. ഇല്ലാത്ത സാധനങ്ങൾ ഇതിൽ നിങ്ങളെ കയ്യിലില്ലാത്തൊക്കെ എനിക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ആ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് കുറയുമെന്നുള്ളൂ, എന്നാലും കേക്ക് നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഴമാണിത്. മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ പഴം ആണ് ഞാൻ മെയിൻ യൂസ് ചെയ്യാറുള്ളത്. ഇതല്ല, നമ്മുടെ റോബസ്റ്റ പഴമാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. നല്ലവണ്ണം പഴുത്ത പഴം യൂസ് ചെയ്യുക. ഒരു പച്ച ഉണ്ടല്ലോ, ഓവറായിട്ട് പഴുക്കാത്ത അതൊന്നും വേണ്ട കേട്ടോ. അതൊക്കെ ഒരു ചവർപ്പുണ്ടാവും, അത് ഒഴിവാക്കിയിട്ട് നല്ലോണം പഴുത്ത പഴം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 2 പഴം 3 പഴം യൂസ് ആക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു പഴം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 1 കിലോ പഴം കൊടുത്തിട്ട് ഈ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയായി വന്നപ്പോഴേക്കും പഴമൊക്കെ കാലിയായി. കവറും ഈ ഒരു പഴം മാത്രമേ അവിടെ ഇരിക്കണുള്ളൂ. എന്താ ചെയ്യുക ആ അവസ്ഥ. അപ്പോൾ പിന്നെ ആ ഒരു പഴം നല്ലോണം സ്മാഷ് ചെയ്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ 3 കോഴിമുട്ട എടുക്കുക, വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 2 കോഴിമുട്ട എടുത്താൽ മതി കേട്ടോ. അതും ഇതുപോലെ ഈ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർക്കുക എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഈസിയാണ് കേട്ടോ. ഇതൊന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ പെട്ടെന്ന് തന്നെ മിക്സ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഇളകി കൊടുക്കണ പോലെ നല്ലോണം ഇളകി കൊടുക്കേണ്ടി വരും. അതൊന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ കുറച്ച് പാടാണ് കേട്ടോ. ഇതിൽ ഏറ്റവും ടഫുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു പഞ്ചസാര മിക്സ് ആക്കലാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുക. വനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഏലക്കാ പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ വനില എസൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൗഡർ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന മൈദ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് മിക്സ് ആക്കിയിട്ടുള്ളത്. ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോ, 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ മൈദക്ക് പകരം നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ, ഓട്സ് നല്ലോണം ഫൈനായിട്ട് പൊടിച്ചിട്ട് അത് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഉണ്ടാക്കുക. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഒന്നുകൂടി ഹെൽത്തി ആയിരിക്കും. ഞാനിപ്പോൾ മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല, എല്ലാം കൂടെ ഒറ്റയടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. അപ്പോൾ മിക്സ് ആക്കുമ്പോൾ എന്തായാലും ടൈറ്റ് ആവും. നമ്മളെ കേക്ക് ബാറ്റർ ടൈറ്റായിട്ടാണ് ഇരിക്കൽ. ഇങ്ങനെ കുറേ പൗഡർ ഉണ്ടല്ലോ, നമ്മൾ 2 കോഴിമുട്ട അതുപോലെ പാലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരു ഇളം ചൂടുള്ള പാലാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ യൂസ് ചെയ്യാം. നമ്മുടെ സിന്നമൻ പൗഡർ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പട്ട പൊടിച്ചത് അതന്നെ, അത് നല്ലോണം പൊടിച്ചിട്ട് അത് ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പാലും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പം ഈ ഒരു പരുവത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ മതി. അത് നമ്മൾ ഓവർ ലൂസായിട്ടല്ല ഓവർ ടൈറ്റായിട്ടുമല്ല, ഒരു അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു പരുവാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി പാലൊഴിച്ചെടുത്താൽ ഒരു കറക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാനിതിലേക്കൊരു 3/4 കപ്പോളം പാലൊഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സാധനം ചിലപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ ചെയ്യുന്നത് അതേപോലെ ആയിരിക്കുമല്ലോ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. അപ്പോൾ കുറച്ചുകൂടി പാൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പാലൊഴിച്ചെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പാലില്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഒരു പ്രശ്നം വരില്ല. പച്ച വെള്ളം ഒഴിച്ചെടുത്താൽ മതി, തണുപ്പില്ലാത്തതായാൽ മതി. പിന്നെ കുറച്ച് ഡേറ്റ്സ് പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ അതെല്ലാം കൂടെ കേക്കിൻ്റെ അടിയിൽ പോയിരിക്കും. അപ്പോൾ അതിലേക്ക് കുറച്ച് മൈദ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ആ കേക്കിൻ്റെ അടിയിൽ പോയിട്ടിരിക്കും. പിന്നെ കുറച്ച് നട്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കി വെച്ചിട്ടുള്ളത് നമ്മളുടെ കേക്കിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കുക. അതിന് ശേഷം ഞാൻ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓട്സ് പൊടിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഇല്ലാച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. ഈ ഓയിൽ ഒഴിച്ചെടുത്താൽ നമ്മുടെ ആ ഒരു ബാറ്റർ സ്പോഞ്ച് ഒന്നുകൂടി പെർഫെക്റ്റ് ആവും കേട്ടോ. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ നമ്മളുടെ ആ ഒരു എന്താ പറയുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ബാറ്ററിൽ നല്ലോണം ടൈറ്റായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുക്കുക. പാലുണ്ടെങ്കിൽ പാലിന് ഒഴിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. അപ്പോൾ ഇത് കേക്ക് ടിന്നിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്യുക. കുക്കറിൽ ഉണ്ടാക്കുമല്ലോ,
ഓവനൊന്നും ഇല്ലാത്തവർ അതിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചെമ്പട്ടി ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ കേക്ക് ടീൻ ഇറക്കി വെച്ചിട്ട് ചെയ്യുമല്ലോ, അങ്ങനെയും ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും ഇത് ബേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ടൈമിങ്ങിൽ വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പം ഈ ഒരു ലോഫ് പാനിലാട്ടോ ബേക്ക് ചെയ്യുന്നത്. ആ ഒരു കാണാനുള്ള ലുക്കിന് വേണ്ടിയിട്ടാണ്. ഈ കേക്ക് ഞാൻ എന്നും ഉണ്ടാക്കാറുണ്ട്, എന്നും അല്ല ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് നമ്മുടെ സാധാ സ്ക്വയറിൻ്റെ കേക്ക് ടീൻ ഉണ്ടല്ലോ 1 kg, അതിലാണിത് ഞാൻ നോർമലായിട്ട് ബേക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് കുറേ പീസസ് കിട്ടും കേട്ടോ. എന്താ വെച്ചാൽ നല്ല പരത്തിയിട്ട് ചെയ്യുമ്പോൾ ഹൈറ്റ് കുറച്ച് കുറഞ്ഞാലും നല്ല പീസസ് നമുക്ക് കിട്ടും, ഒരുപാട് പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതുകൊണ്ട് ഈ ഒരു പാനിലാണ് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രം കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെച്ചെടുക്കുക. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതൊരു 200 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ 50 മിനിറ്റാന്ന് തോന്നുന്നു, 50 മിനിറ്റിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ബേക്കായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടൈം കൂട്ടി വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നട്ട്സും ആ ഒരു ഓട്സും പിന്നെ ഡേറ്റ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ബേക്കായിട്ട് വരുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഉള്ളൊക്കെ വെന്തിക്കണമെന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം എടുത്താൽ മതി കേട്ടോ. ഉള്ളു വേവാൻ കുറച്ച് പാടായിരിക്കും, നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അങ്ങനെയാണ്. അപ്പം കേക്കൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് നീലു കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കണത് കാരണം ഞാനിത് ചൂടാറാനൊക്കെ വെച്ച് പോയി വരുമ്പോഴേക്കും ചിലപ്പോൾ ഇതിൻ്റെ കോലെങ്ങനെയൊന്നും ആവില്ല, കാണുന്നവരൊക്കെ ചിലപ്പം കട്ട് ചെയ്ത് കഴിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ആ ചൂടോടെ തന്നെ കട്ട് ചെയ്യാൻ കേട്ടോ. ഇവനെ ഒക്കത്ത് വെച്ചുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു എന്താ പറയുക പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ബട്ടർ പേപ്പറൊന്നും ഞാൻ നോർമലായിട്ട് കേക്ക് ടീനിലൊന്നും യൂസ് ചെയ്യാറില്ല. ഈ ഒരു ലോഫ് പാൻ ആയതുകൊണ്ടാണ് ബട്ടർ ടീനിൻ്റെ ആവശ്യമുള്ളൂ. സാധാ കേക്ക് ടീനിലാണെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. സാധാ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി, നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഐബലിനെ ഏതായാലും ഇഷ്ടമായിട്ടുണ്ട്, ഓള് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് കഴിക്കുന്നതിനേക്കാളും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ പിറ്റേ ദിവസത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഇത് കൂടി വരും കേട്ടോ ടേസ്റ്റ്. ദിവസം ഇരിക്കുന്നതിൻ്റെ അനുസരിച്ച് അതിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്, പുകയൊക്കെ പൊന്തുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ 20,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഇനിയും ഉയരങ്ങളിലെത്താൻ എനിക്ക് പറ്റട്ടെ. നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഓക്കേടാ, എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.